ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 90 ലക്ഷത്തോളം റേഷൻ കാർഡുണ്ട്. അതിൽ 50 ലക്ഷത്തോളം റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ടതാണ്. അതായത് നീല വെള്ള റേഷൻ കാർഡുകളാണ്. ഈ നീല വെള്ള റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു നീല വെള്ള റേഷൻ കാർഡിൽ നിൽക്കേണ്ട ആളുകളല്ല. പ്രത്യേകിച്ച് വെള്ള റേഷൻ കാർഡുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ നീല റേഷൻ കാർഡിനോ അല്ലെങ്കിൽ BPL റേഷൻ കാർഡിനോ അർഹതയുള്ള ആളുകളാണ്. അപ്പോൾ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് എങ്ങനെ നീല പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാമെന്നും അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് എങ്ങനെ മാറാമെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരിട്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ഒരു സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരനാണെങ്കിലോ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിലോ മാസ വരുമാനം 25,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിലോ ആദായ നികുതി അടക്കുന്ന ആളാണെങ്കിലോ നിങ്ങൾക്ക് നീല അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡുകൾ ലഭിക്കാൻ അർഹതയില്ല എന്നുള്ളത് ആദ്യം ഓർത്തു വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നീല റേഷൻ കാർഡ് ലഭിക്കാൻ, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് നീല റേഷൻ കാർഡ് ലഭിക്കാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ്, എങ്ങനെയാണ് അത് അപേക്ഷിക്കേണ്ടത് എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് പുറമെ 1000 സ്ക്വയർ ഫീറ്റ് വീട്, 1 ഏക്കറിലധികം സ്ഥലം, സ്വന്തമായി ആവശ്യത്തിന് 4 ചക്ര വാഹനം, ഇവയിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നീല റേഷൻ കാർഡിന് അർഹതയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്ത ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നീല കാർഡ് ലഭിക്കുന്നതിന് അപേക്ഷ നൽകാവുന്നതാണ്. താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസർക്ക് വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയാണ് നൽകേണ്ടത്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ നിലവിലെ വെള്ളക്കാർഡിൻ്റെ കോപ്പി കൂടി വെക്കേണ്ടതാണ്. ഇനി പറയുന്നത് വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് പിങ്ക് റേഷൻ കാർഡ്, അതായത് മുൻഗണന റേഷൻ കാർഡ് എങ്ങനെ ലഭിക്കും എന്നാണ്. അത് പറയുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അർഹതയുള്ള എല്ലാ ആളുകൾക്കും BPL കാർഡ് നൽകാൻ കഴിയുകയില്ല. കാരണം ഓരോ സംസ്ഥാനത്തിനും ജനസംഖ്യയും സോഷ്യോ എക്കണോമിക് ഡാറ്റയും കണക്കിലെടുത്ത് ഓരോ സംസ്ഥാനത്തിനും BPL കാർഡ് നൽകാൻ ഒരു പരിധിയുണ്ട്. അപ്പോൾ നിലവിൽ BPL ലിസ്റ്റിൽ ആളെ ഉൾപ്പെടുത്തണമെങ്കിൽ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ആളുകൾ പുറത്ത് പോവേണ്ടതുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ BPL ലിസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് മാസങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരും. മാരകമായ അസുഖമുള്ള ആളുകൾ, ക്യാൻസർ രോഗികൾ, എയ്ഡ്സ് രോഗികൾ, വൃക്ക രോഗികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, കിടപ്പ് രോഗികൾ എന്നിവർ ആരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ, സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ 25,000 മാസവരുമാനം ഉള്ള ആളുകൾ, ആദായ നികുതി അടക്കുന്ന ആളുകൾ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് ഉള്ള ആളുകൾ, സ്വന്തമായി ആവശ്യത്തിന് 4 ചക്ര വാഹനമുള്ള ആളുകൾ, 1 ഏക്കറിലധികം സ്ഥലമുള്ള ആളുകൾ, ഇത്തരത്തിൽ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹത ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അപേക്ഷയും താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷിക്കുന്ന ആളുകൾ മാരകമായ അസുഖമുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ പോലെ വൃക്ക രോഗികൾ, എയ്ഡ്സ് രോഗികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ക്യാൻസർ രോഗികൾ, കിടപ്പ് രോഗികൾ, നിരാലംബരായ വിധവകൾ, സർക്കാരിൻ്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ, ഇത്തരക്കാർ ആരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ അതിനുള്ള രേഖ കൂടി അപേക്ഷയോടൊപ്പം വെക്കണം. നിലവിലുള്ള റേഷൻ കാർഡിൻ്റെ പകർപ്പും നൽകണം. ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ആദ്യ മുൻഗണന ലഭിക്കുക. ബാക്കിയുള്ള അപേക്ഷകരുടെ റേഷൻ കാർഡ് ഡാറ്റാ വിവരങ്ങൾ സംഭരിച്ച് ഓരോ ഫീൽഡിനും നിശ്ചിത മാർക്ക് കണക്കാക്കി കുറഞ്ഞത് 30 മാർക്ക് ലഭിക്കുന്നവരുടെ ഒരു പട്ടിക തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്.
ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്ന അപേക്ഷകൾ മാത്രമാണ് BPL ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് പരിഗണിക്കുകയുള്ളൂ. ഓരോ മാസവും സംസ്ഥാനത്ത് മുൻഗണനാ കാർഡിലുണ്ടാകുന്ന ഒഴിവുകളുടെ എണ്ണം കണക്കാക്കുകയും പിന്നീട് അത് ഓരോ താലൂക്കിനും വിഭജിച്ച് നൽകുകയുമാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് അതാത് താലൂക്ക് ഓഫീസർമാർ നിലവിലുള്ള പട്ടിക പരിശോധിച്ച് അർഹമായ ആളുകളെ ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് ശരിയായേക്കാം, ഇല്ലെങ്കിൽ മാസങ്ങളുടെയോ ചിലപ്പോൾ ഒരു വർഷത്തെയോ കാത്തിരിപ്പ് നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് എങ്ങനെ BPL ലിസ്റ്റിൽ ഉൾപ്പെടാമെന്നും അതുപോലെ തന്നെ NPNS എന്ന് പറയുന്ന വെള്ള റേഷൻ കാർഡിൽ നിന്ന് NPS സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡിലേക്ക് എങ്ങനെ ഉൾപ്പെടാമെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.